അർജുന്റെ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്നത്തെ തിരച്ചിൽ നിർണായകമാണ്. കരയിൽ നിന്ന് 20 മീറ്റർ അകലെയാണ് ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. മുങ്ങൽ വിദഗ്ധർ ഇറങ്ങിയാകും തിരച്ചിൽ. കെ ബി ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇന്നലെ 9ാം നാൾ ഏറെ പ്രതീക്ഷ നൽകി അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്നാലും കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലിറങ്ങി പരിശോധിക്കാനൊന്നും സാധിച്ചില്ല. ഇന്ന് വീണ്ടും ദൗത്യം ആരംഭിക്കും. എപ്പോഴായിരിക്കും ദൗത്യം തുടങ്ങുക? ഇന്നത്തെ നടപടികൾ എങ്ങനെയൊക്കെയാണ്? സന്ധ്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഏറ്റവും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ്. അതായത് വലിയ കാറ്റ്, അതുപോലെ തന്നെ വലിയ കനത്ത മഴ, ഇത് ഈ ഷീരൂരിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഉണ്ട്. നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ ഒരു കനത്ത മഴ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കാറ്റ് വല്ലാതെ വീശുന്നുമുണ്ട്. വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധനയാകുമ്പോൾ തന്നെ അന്തരീക്ഷം കൂടി ശരിയായാലേ, അനുകൂലമായാലേ പ്രവൃത്തികൾക്ക് വേഗത വരൂ. നിലവിലേതായാലും ഇന്നലെ തന്നെ ഈ ട്രക്കുള്ള സ്ഥലം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആഴങ്ങളിലേക്ക് മുങ്ങൽ വിദഗ്ധർ ഊളിയിട്ട് പോയി ട്രക്കിനുള്ളിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യ പടി. അതിന് ശേഷമായിരിക്കും ട്രക്ക് പൊക്കാനുള്ള നടപടിയൊക്കെ ഉണ്ടാവുക. ഏതായാലും ഈ ട്രക്കിനുള്ളിൽ അർജുനുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ട്രക്ക് നിലവിൽ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥിതി ആണുള്ളത്. ചെളിയും ചേറും പുതഞ്ഞു കിടക്കുകയാണ് ഈ ട്രക്ക്. ഏതായാലും അത് പൊക്കിയെടുക്കണമെങ്കിൽ തന്നെ വലിയ ശ്രമകരമായിട്ടുള്ള ജോലി തന്നെ ആവശ്യമാണ്. കൂടുതൽ ഭാരം താങ്ങാൻ ശേഷിയുള്ള ക്രെയിനുകൾ ഉൾപ്പെടെ ഇവിടേക്ക് കൊണ്ടുവരണം. ഏതായാലും ഇന്ന് പ്രധാനമായും ഇന്നലെ നമ്മൾ കണ്ടു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. അത്തരത്തിലുള്ള ഒരു യന്ത്രം കൂടി മംഗലാപുരത്ത് നിന്ന് എത്തിക്കുന്നുണ്ട്. ഈ യന്ത്രം കൂടി വരുന്നതോടുകൂടി തന്നെ ആ പുഴയോരത്തെ മണ്ണ് പരമാവധി നീക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ആ പുഴയോരത്തുള്ള പുഴയിൽ തന്നെ തീരത്തിന് ഏറ്റവും ചേർന്ന ഭാഗത്തുള്ള ചെളിയും മണ്ണും നീക്കുന്നതിനുള്ള നടപടികൾ നടക്കും. 60 അടിയോളം താഴ്ചയിലേക്ക് പോകാനാകുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇന്നലെ എത്തിച്ചത്. അത് കൂടുതൽ നേരം പ്രവർത്തിപ്പിക്കാൻ 2 യന്ത്രം കൂടി വരുന്നതോടുകൂടി തന്നെ ജോലികൾ കൂടുതൽ എളുപ്പമാകും. കരയിൽ നിന്ന് മണ്ണിടിഞ്ഞ ഭാഗത്ത് നിന്ന് 20 മീറ്റർ ദൂരത്തിലാണ് നിലവിൽ ട്രക്കിൻ്റെ സാന്നിധ്യം നാവികസേന കണ്ടെത്തിയത്. ആ പ്രദേശത്തേക്ക് അവിടെ കൂടുതൽ കുത്തൊഴുക്ക് പുഴയിലുണ്ട്. ഒഴുക്കിനെ ഗതി തിരിച്ചു വിടുക എന്നുള്ള ഒരു നടപടിയാണ് ഇന്നലെ പ്രധാനമായും ചെയ്തത്. അതിനാലാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒഴുക്കിനെ ഗതി മാറ്റി തടസ്സങ്ങൾ ഒഴിവാക്കി ആ വെള്ളം മാറിപ്പോകുന്നതിനുള്ള ഒരു നടപടിയാണ് ചെയ്തത്. അതിന് പ്രധാന കാര്യം കൂടിയുണ്ട്. ഈ മണ്ണിടിഞ്ഞ ഈ ഭാഗം എന്നുള്ളത് ഗംഗാവലി പുഴ ഒരു വളവിലൂടെ ഒഴുകുന്ന ഭാഗം കൂടിയാണ്. അവിടെ വല്ലാത്ത ചുഴികളുണ്ട്, കയങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അതിനാൽ തന്നെ ഈ കുത്തൊഴുക്കിൽ ഇറങ്ങി പരിശോധിക്കുക എന്നുള്ളത് തീർത്തും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തന്നെയും ഇക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ രക്ഷാ ദൗത്യത്തിലുള്ളത്. നിലവിൽ ദുരന്ത നിവാരണ സേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും സംയുക്ത ഓപ്പറേഷൻ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഈ സേനാംഗങ്ങളൊക്കെ അവിടെ എത്തും. അതിനുശേഷം ഇന്നലെ വിശദമായിട്ടുള്ളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യത്തിൽ ഇതൊരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇന്ന് രാവിലെ ഒരു യോഗം കൂടി ചേർന്ന ശേഷമായിരിക്കും ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനമൊക്കെ ആവുക. ഏതായാലും അതിരാവിലെ തന്നെ പരിശോധനകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഇന്നലെ ഈ പ്രവർത്തികളൊക്കെ കർണാടകയ്ക്ക് വേണ്ടി ഏകോപിപ്പിക്കുന്ന കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാന കാര്യം, ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത്, റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദർബാലൻ അദ്ദേഹം അങ്കോളയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും കൈവശം, അല്ലെങ്കിൽ അവർക്ക് ഡിബോട്ട്സ് എന്നുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് ചെളിയിലോ ചേറിലോ ഒക്കെ പുതഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ കണ്ടെത്തുന്നതിന് ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് കണ്ടാൽ അവിടെ കൃത്യമായി ആ സ്ഥാനം ലൊക്കേറ്റ് ചെയ്യുന്നതിനും ഓൾറെഡി ഒരു ഒബ്ജക്റ്റ് കണ്ടു എന്നാണ് നാവികസേന പറയുന്നത്. ഏതായാലും ഈ ഡ്രോൺ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഒക്കെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഡിബോട്ട് സംവിധാനം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ഇന്ന് ഉച്ചയ്ക്ക് മുൻപേ തന്നെ ഡൽഹിയിൽ നിന്ന് ഇവിടെ കാർവാറിൽ എത്തിച്ചേരും. അതായത് രാജധാനി എക്സ്പ്രസ്സിലാണ് ആ ബാറ്ററി കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സംവിധാനം കൂടി ഇന്ന് ഉച്ചയോടെ സജ്ജമാകും.
പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് മുൻപേ തന്നെ ഇക്കാര്യത്തിലൊരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായവരൊക്കെ നടത്തുന്നത്. ഏതായാലും ഇന്ന് ഈ 10ാം നാൾ ഒരു റിസൾട്ട് കൃത്യമായി ഉണ്ടാവും. 9ാം നാളാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ 9ാം നാൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഫലം നമുക്ക് ലഭിച്ചത്. ഏതായാലും ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നിർണായകമായ കാര്യം തന്നെയാണ് ഈ രക്ഷാ ദൗത്യത്തിൽ. പക്ഷേ അപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യം, അതൊരു ആദ്യ ചുവട് മാത്രമാണ്. മുന്നോട്ട് ഒരുപാട് ടാസ്കുകൾ നമുക്ക് കിടക്കുന്നുണ്ട്. ആദ്യം അർജുൻ അവിടെ ഉണ്ടോ, അതിൽ ഉണ്ടോ, ട്രക്കിനുള്ളിലുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം ട്രക്ക് ഉയർത്താനുള്ള നടപടികൾ എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യണം. ഏതായാലും ഇതിനൊക്കെ അനുകൂലമായി കാലാവസ്ഥ കൂടി നിന്നാൽ മാത്രമേ ഈ പ്രവർത്തികൾക്കൊക്കെ സുഗമമായി നടക്കാൻ സാധിക്കൂ. ഏതായാലും സേനാ വിഭാഗങ്ങൾ അവരുടെ പ്രൊഫഷണലായി ഈ മിലിറ്ററി അല്ലെങ്കിൽ ആർമിയുടെ സേനകളുടെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മറ്റൊരാൾക്കും അവിടേക്ക് പ്രവേശനം ഇന്നില്ല. പ്രത്യേകിച്ച് സിഗ്നൽ ബേസ് ചെയ്തിട്ടുള്ള തിരച്ചിലുകളൊക്കെയാണ് നടക്കുന്നത്. മറ്റു സിഗ്നലുകൾ അവിടെ വന്ന് ഈ സിസ്റ്റങ്ങൾക്ക്, അതായത് ഈ തിരച്ചിലിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി മറ്റ് യാതൊരു സിഗ്നലുകളും ഇന്ന് ഉച്ചവരെ ആ പ്രദേശത്തേക്ക് അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാവികസേനാംഗങ്ങൾ രാവിലെ തന്നെ നദിയിലേക്ക് ഊളിയിട്ട് പോയി അടിത്തട്ടിലേക്ക് എത്തി അർജുൻ അവിടെ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.